പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. നമ്മൾ പതിവ് പോലെ ഓഹരി വഴി എങ്ങനെ ധനം സമ്പാദിക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വിപണി ഇന്നലെ മഹാരാഷ്ട്രയിലെ വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുതിക്കുകയും നമ്മൾ പ്രതീക്ഷിച്ച പോലെ 24,000 മേൽ ട്രേഡിംഗ് ആരംഭിച്ചിട്ട് 24,000 മേൽ തന്നെ ക്ലോസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അത് സഫലമാക്കിക്കൊണ്ട് 24,235 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്നും വിപണി വലിയ ചാഞ്ചാട്ടം കൂടാതെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വിദേശ നിക്ഷേപകർ തിരിച്ചു വന്നൊരു സന്തോഷകരമായ അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ വിപണിയും സജീവമായിരുന്നു. അവ നഷ്ടത്തിലല്ല ക്ലോസ് ചെയ്തിരിക്കുന്നുള്ള ആശ്വാസകരമായ കാര്യമുണ്ട്. അതുകൊണ്ട് ഇന്നും നമുക്ക് പ്രതീക്ഷ പുലർത്താം. ഇനി നമുക്ക് ബോണസ് ലഭിക്കുന്നതും അങ്ങനെയുള്ള ലാഭം നേടാനുള്ള വഴികളെക്കുറിച്ച് നോക്കാം. NMDC 227 ബോണസ് 2:1 2:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് 1,471 രൂപ വിലയാണ്. ബോണസ് 8:10 10 ഷെയർ ഉണ്ടെങ്കിൽ 8 ഷെയർ കിട്ടും. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ബാൻകോ പ്രൊഡക്റ്റ് 1,128 രൂപയാണ്. ബോണസ് 1:1 ആണ്. 1:1 കിട്ടും. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഗാവേർ ഫൈബർ ടെക്നിക് 4,720 രൂപയാണ്. ബോണസ് 4:1 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഈസി റിപ്ലാനർ 32 രൂപ വിലയാണ്. ബോണസ് 1:1 ആണ്. 28 നവംബറാണ് റെക്കോർഡ് ഡേറ്റ്. വിപ്രോ 571 ബോണസ് 1:1 29 നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. ഓഹരി വിഭജനം സെൻകോ ഗോൾഡ് 1,161 സ്പ്ലിറ്റ് 1:2 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. മാസ്ഡോക്ക് 4,176 സ്പ്ലിറ്റ് 1:2 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. രാമ ഫോസ്ഫേറ്റ് 191 1:2 വരുന്നതേ ഉള്ളൂ. എക്സോറ ടൈൽസ് 91 രൂപ വിലയാണ്. സ്പ്ലിറ്റ് 1:10 ആണ്. 13 ഡിസംബറാണ് റെക്കോർഡ് ഡേറ്റ്. രജിസ്റ്റർ ഇൻഡസ്ട്രി 144 രൂപയാണ്. സ്പ്ലിറ്റ് 1:10 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഇനി ലാഭവിഹിതം ലഭിക്കുന്ന കമ്പനികളെക്കുറിച്ച് നമുക്ക് നോക്കാം. IPCL ലാബ് 1,607 ഡിവിഡൻഡ് 2 രൂപ 27 നവംബർ. നാൽക്കോ പ്രൊഡക്റ്റ് 256 രൂപ 4 രൂപ ഡിവിഡൻഡ് 29 നവംബർ. ബൽറാംപൂർ ചീനി 524 ഡിവിഡൻഡ് 3 രൂപ 25 നവംബർ. പിന്നെ പിയർ ഗ്ലോബൽ 1,154 രൂപ 5 രൂപ ഡിവിഡൻഡ് 27 നവംബർ. ഗോഡ്ഫ്രൈ ഫിലിപ്പ് 5,625 രൂപ ഡിവിഡൻഡ് 35 രൂപയാണ്. 29 നവംബറാണ്. IPO അതായത് പബ്ലിക് ഇഷ്യൂ വരുന്ന ഒരു കമ്പനിയാണ്. രാജേഷ് പവർ സർവീസ് ഫേസ് വാല്യൂ 10 രൂപയുടെ അവർ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 25-ന് അപേക്ഷിച്ച് തുടങ്ങാം. 27 വരെയാണ് ഡേറ്റ് ഉള്ളത്. വില 319 രൂപ തൊട്ട് 335 രൂപ വരെ നമ്മൾ കോട്ട് ചെയ്യേണ്ടതുണ്ട്. അലോട്ട്മെൻറ്റ് 6 വേണം. 29 നവംബറാണ് ഫസ്റ്റ് ഡിസംബറിൽ, അതായത് 2 ഡിസംബറിൽ അത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ടാർജറ്റ് ഓക്ക് ഫാർമ 1,209 ടാർജറ്റ് 1,345 വാല്യൂ ഫോർച്ച് 762 രൂപ ടാർജറ്റ് 826 രൂപ. ഷെയർ മോട്ടേഴ്സിന് 4,999 രൂപയാണ്. 5,399 രൂപ ടാർജറ്റ് ഇട്ട് വയ്ക്കാം. ആവലോൺ 882 രൂപയാണ്. 914 രൂപയ്ക്ക് വയ്ക്കുകയും ചെയ്യാം. നമ്മൾ ഇനി ബ്ലൂ ചിപ്പ് ഓഹരികൾ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് ഇന്നലെയൊക്കെ എൻ്റെ വില 796 രൂപയാണ്. TCS 4,315 രൂപയാണ്. കോട്ടക് ബാങ്ക് 1,790 രൂപയാണ്. VBL 601 രൂപയാണ്. ടാറ്റ സ്റ്റീൽ 141 രൂപയാണ്. VBL ഒക്കെ ചിലപ്പം ബോണസോ ഡിവിഡൻഡോ ഒക്കെ വർഷം തോറും കൊടുക്കുന്ന കമ്പനിയാണ്. നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് VBL ഒക്കെ. അങ്ങനെയുള്ള നമുക്ക് വാങ്ങി വെച്ച് ടാർജറ്റ് എത്തുമ്പം വയ്ക്കാം. ഈ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് പഠനാർത്ഥമാണ്. നിങ്ങൾക്ക് ഇത് വെച്ച് പഠനം നടത്താം. ഇത് വാങ്ങി സൂക്ഷിക്കാനോ വിൽക്കാനോ ഉള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല. നിങ്ങളിതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ ചർച്ച ചെയ്ത് വിപണിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഓഹരി വാങ്ങുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുഴുവൻ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.